ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം സെൻ്റർ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന കാസർഗോഡാണ്. ഇവിടെ നിന്നൊരു അടിപൊളി പുതുപുത്തൻ യാത്ര നമ്മൾ ആരംഭിക്കാൻ പോകുകയാണ്. ഇവിടുന്ന് കാസർഗോഡ് നിന്ന് ആരംഭിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഗസ് ചെയ്തിട്ടുണ്ടാവും. അവൻ തന്നെയാണ് 20633 കാസർഗോഡ് തിരുവനന്തപുരം സെൻട്രൽ വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് ഒരു എൻഡ് ടു എൻഡ് റൈഡാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. എന്നാൽ പിന്നെ സ്റ്റേഷനുള്ളിലേക്ക് പോകാൻ നോക്കാം. ഇതാണ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് വീഡിയോ വെച്ച് നോക്കുമ്പോൾ തന്നെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതൊരു ഓട്ടോ സ്റ്റാൻഡ് തോന്നുന്നു, ഓട്ടോ ടാക്സി സ്റ്റാൻഡാന്ന് തോന്നുന്നു. അങ്ങനെ സ്റ്റേഷൻ എൻട്രൻസ് അങ്ങേറ്റ പുതിയൊരു AC വെയിറ്റിംഗ് ഹാൾ വന്നിട്ടുണ്ട്. ഇപ്പുറത്തോട്ടൊക്കെ തന്നെ വലിയ പാർക്കിംഗ് സ്പേസ് വന്നിട്ടുണ്ട്. അടിപൊളി മാറ്റങ്ങളാണ്. നമുക്കെന്നാൽ പതുക്കെ സ്റ്റേഷനുള്ളിലേക്ക് കിടക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ പോർച്ചിൻ്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പോർച്ചിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി ബോർഡൊക്കെ വന്നു കഴിഞ്ഞു. നമുക്ക് പതുക്കെ സ്റ്റേഷനുള്ളിലേക്ക് കയറാം. ഇവിടെ ഉണ്ടായിരുന്ന പഴയ ടിക്കറ്റ് കൗണ്ടർ, അങ്ങേറ്റത്ത് കാണുന്ന പഴയ ടിക്കറ്റ് കൗണ്ടറിനെ അവർ ഇതാക്കി മാറ്റി, എന്താ പറയുക, നമ്മുടെ AC വെയിറ്റിംഗ് റൂമാക്കി മാറ്റി. ഇതൊന്ന് പതുക്കെ സ്റ്റേഷനുള്ളിലേക്ക് കിടക്കാം. സ്റ്റേഷനുള്ളിൽ കയറിയിട്ട് നമുക്ക് അവിടെ എങ്കിലും വെയിറ്റ് ചെയ്യാം. നമ്മുടെ വണ്ടി ഇതുവരെ ട്രിവാൻഡ്രത്ത് നിന്ന് വന്നിട്ടില്ല. വണ്ടി വരാൻ ഇനിയും ഒരു അരമണിക്കൂറിന് മേലെടുക്കും. അപ്പോൾ ഇതാണ് കാസർഗോഡ് സ്റ്റേഷൻ്റെ കാഞ്ഞങ്ങാട് എൻഡ് എന്ന് പറയുന്നത്. ഈ എൻഡിൽ അവർ പ്ലാറ്റ്ഫോം നമ്പർ 2, 3 നീളം കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ട്രോളി പാത്ത് വഴി അങ്ങോട്ട് കയറാൻ വഴിയില്ല, അവരവിടെ അടച്ച് കെട്ടിയിട്ടുണ്ട്. കയറാൻ വേണമെങ്കിൽ അതിനിടെ കൂടെ, പക്ഷേ വേണ്ട. അതാണ് എൻഡിലോട്ടുള്ള വഴി. നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇതിൽ എത്തിയിട്ടില്ല. സമയം ഇപ്പോൾ 1:02 അതിപ്പോൾ ഏകദേശം കാഞ്ഞങ്ങാട് എത്താറായിട്ടുണ്ട്. ഇവിടെ കൺസ്ട്രക്ഷൻ നടന്നിട്ടുണ്ടായിരുന്ന ഓഫീസ് അങ്ങനെ തന്നെ പകുതി കെട്ടി കിടക്കുന്നുണ്ട്. അതിപ്പോൾ എന്താ സംഭവം എന്നുള്ള അറിയില്ല. എനിക്ക് തോന്നി ട്രാക്ക് മെയിൻ്റനൻസ് സ്റ്റാഫിൻ്റെ വല്ല ടോയ്ലറ്റോ അല്ലെങ്കിൽ അവരുടെ റെസ്റ്റ് റൂമോ അല്ലായിരിക്കും. ഇതാണ് ട്രാക്ക് മെയിൻ്റനൻസ് മെഷീൻ്റെ സൈഡിങ്. റൈറ്റ് സൈഡിൽ ഒരു പുതിയ സൈഡിങ് കൂടി ഇട്ടായിരുന്നല്ലോ. അത് ഇലക്ട്രിഫൈഡ് അല്ല, അൺഇലക്ട്രിഫൈഡ് ആയിട്ടുള്ള സൈഡിങ് ആയിട്ട് നടക്കുകയാണത്. അതിനവിടെ സിഗ്നലൊക്കെ ഷണ്ട് സിഗ്നൽ വന്നിട്ട് ഷണ്ട് സിഗ്നൽ വർക്കിംഗ് ആണ് എന്ന് പറയുമ്പോൾ ആ ലൈൻ കമ്മീഷൻ ആയി നടത്താം. അത് പക്ഷേ ഇലക്ട്രിഫൈഡ് അല്ല. അതിൽ അടുത്തിടയ്ക്കൊന്നും ട്രെയിൻ കയറിയ ലക്ഷണമില്ല, ഫുള്ള് തുരുമ്പിച്ച് കിടക്കുകയാണ്. ഇതൊക്കെയാണ് ഇവിടെ കാസർഗോഡ് ഈ അറ്റത്തുള്ള അപ്ഡേറ്റ്. അപ്പോൾ അങ്ങനെ തിരുവനന്തപുരത്തു നിന്നുള്ള 20634 തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് കാസർഗോഡ് പ്ലാറ്റ്ഫോം 3ലേക്ക് ജസ്റ്റ് കയറി വരുന്നു. അപ്പോൾ നമ്മൾ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 3 കിടക്കുന്നുണ്ട്. പക്ഷേ കോച്ച് ഇതൊരു ഓപ്പൺ ആയിട്ടില്ല. കോച്ചസ് അവർ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടെ കയറിട്ട് ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. ക്ലീനിങ്ങിന് വേണ്ടി ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ 20633 ഒരു എൻഡ് ടു എൻഡ് റൈഡ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ 2025 എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ 2026 ആയിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 2025 തന്നെ ഈ ട്രിപ്പ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് പ്രൈമറിലി ഇതിൻ്റെ കാറ്ററിംഗ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ CAFS ആണ് ചെയ്യുന്നത്. കാസിനോ എയർ ഫുഡ് സർവീസസാണ് അവരാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എയർലൈൻ കാറ്ററിംഗ് ചെയ്യുന്ന കമ്പനിയാണ് കാസിനോ ആണ് ഇപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെയും കാറ്ററിംഗ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫുഡ് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യാമെന്ന് വെച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഈ ട്രിപ്പ് ഇന്ന് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ലീഡിങ് ക്യാബ് കാണാനാണ് പോകാറ്. ഇന്ന് ലീഡിങ് ക്യാബ് കാണാൻ ഞാൻ പോകുന്നില്ല. ഞാൻ ട്രെയിലിംഗ് ക്യാബാണ് കാണുന്നത്. 2420602 റേറ്റ് നമ്പർ 66 ആണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിലെ, അതുപോലെ സദേൺ റെയിൽവേയുടെ ആദ്യത്തെ 20 കാർ വന്ദേ ഭാരതാണിത്. എന്താ പറയുന്നത്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും സക്സസ്ഫുൾ വന്ദേ ഭാരതുകളൊന്നും തന്നെ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വണ്ടി. നമ്മളിന്ന് ഇതിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് നമ്മുടെ യാത്ര. Tirunelveli Central Vande Bharat Express will depart on its scheduled time 14 hours 30 minutes from platform number 3. 14 hours 30 minutes പ്ലാറ്റ്ഫോം 3യിൽ നിന്ന് നമ്മുടെ വണ്ടി പുറപ്പെടുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കോച്ച് C6. C6ൻ്റെ സീറ്റ് നമ്പർ 78 ആണ്. അൺഫോർച്ചുനേറ്റ്ലി ഇതൊരു ബാക്ക്വേർഡ് ഫേസിങ് സീറ്റാണ്. ഇതാണ് നമ്മുടെ കോച്ച് 242615. നമ്മുടെ ട്രെയിൻ വർക്ക് ചെയ്യാനുള്ള ട്രെയിൻ മാനേജർ ഗാർഡാണ് പോകുന്നത്. ഇവർ കോഴിക്കോട് ബേസ്ഡ് ക്രൂ ആണ്. ഇവർ വർക്ക് ചെയ്യുന്നത് കോഴിക്കോട് നിന്ന് കാസർഗോഡേക്കും തിരിച്ച് ഇതേ ട്രെയിനിൽ തന്നെ അവരിനി ഷൊർണൂർ വരെ പോകും. ഇന്ന് നമുക്കൊരു മോട്ടോർ കോച്ചല്ല, അതൊരു ഭാഗ്യമുണ്ട്. നോൺ മോട്ടോർ കോച്ചാണ്.
ഇപ്പുറത്തെ സൈഡിൽ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടോ, അവിടെ ആ ലിഫ്റ്റിനടുത്തായിട്ട് പച്ച കെട്ടി കളിച്ചിരിക്കുന്നുണ്ട്. അവിടെ എന്തോ ഒരു സ്ട്രക്ചർ പണിത് വരുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഇനി ഫുഡ് കോർട്ടോ വല്ലതാണോ എന്നറിയാൻ മേല. ഇതാണ് ഇപ്പോഴത്തെ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസും അവരുടെ മുകളിലോട്ട് എന്തൊക്കെയോ റൂംസൊക്കെ ഉണ്ട് പുതിയത്. അതിനൊക്കെ വർക്ക് നടക്കുന്നേ ഉള്ളൂ. പിന്നെ അങ്ങേ അറ്റത്ത് ഒരു പുതിയ ബിൽഡിംഗ് പണിതിരിക്കുന്നുണ്ടോ, ഒരു റെഡ് കളർ. അതെന്താ സംഭവം ഒരു പിടിയില്ല. അതൊരു ഓഫീസ് കോംപ്ലക്സ് പോലെ ഉണ്ട് കണ്ടിട്ട്. എന്താണെന്നൊരു പിടിയില്ല. അതിപ്പോൾ റീസെൻ്റാണ് വർക്ക് കംപ്ലീറ്റ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അവിടെ പണി നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. അവിടെ ഇപ്പോൾ എന്തായാലും വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അവിടെ മതിലും പണിതുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇവരുടെ പണിതുകൊണ്ടിരിക്കുന്നതെന്ന് ഒരു പിടിയില്ല കേട്ടോ. ഇനി മേ ബി ഒരു 1 year കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇതൊക്കെ എന്താ സംഭവങ്ങൾ നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും. സമയം ഇപ്പോൾ 2:10 ആവാറായി. 2:30 പോകേണ്ട ട്രെയിനാണ്. ഇതുവരെ ഒരു കോച്ചസ് ഓപ്പൺ ചെയ്തിട്ടില്ല. അവിടെ ഫ്രണ്ടിൽ ഏതോ ഒരു കോച്ചിൻ്റെ ഡോർ ഓപ്പൺ ആയിട്ട്, ബാക്കിയുള്ളതൊന്നും ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. ഓപ്പൺ ആവാത്തതിന് ഓപ്പൺ ആവാൻ റെഡിയാണെങ്കിൽ ഇവിടെ യെല്ലോ ഫ്ലാഷർ വരുന്നതാണ്. ഒന്നും കാണാനില്ല. ഈ അടുത്തുള്ള പ്ലാറ്റ്ഫോമിൽ തിരക്ക് കാണുന്ന മുഴുവൻ നമ്മുടെ ചെന്നൈക്ക് പോകുന്ന 12602 മാംഗ്ലൂരു സെൻട്രൽ ചെന്നൈ മെയിലിനുള്ള തിരക്കാണ്. അത് ഏകദേശം നമ്മുടെ വന്ദേ ഭാരത് പുറപ്പെടുമ്പോഴേക്കും മെയിലെത്താം. ശരിക്കും മെയിൽ 2:33 വരേണ്ടതാണ്. പക്ഷേ സാധാരണ ഇതിൽ അത് ലേറ്റ് ആവാറുണ്ട്. നമ്മൾ പോയി കഴിഞ്ഞത് വരുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അതിനൊരു ഓവർടേക്ക് കിട്ടിയാനെ. അപ്പോൾ നമ്മൾ ഈ ട്രെയിനിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ ട്രെയിനാണ് 20633 തിരുവനന്തപുരം സെൻട്രലിലേക്ക് പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്. ഇവിടെ നിന്നും ഉച്ചയ്ക്ക് 2:30 പുറപ്പെടുന്നത്. ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് 2:30 പുറപ്പെട്ടിട്ട് രാത്രിയിൽ 10:40 തിരുവനന്തപുരം സെൻട്രലിലെത്തും. 585 കിലോമീറ്ററാണ് ഈ ട്രെയിൻ ഈ സമയം കൊണ്ട് ഓടി തീർക്കുന്നത്. ഏകദേശം 8 മണിക്കൂർ 10 മിനിറ്റ് സമയം കൊണ്ടാണ് ഈ ദൂരം മൊത്തം ഓടി തീർക്കുന്നത്. 585 കിലോമീറ്റർ. ഈ വരുന്ന മൊത്തം ഇവരുടെ ക്രൂ ആണ്. നമ്മുടെ ഓൺബോർഡ് കാറ്ററിംഗ് നോക്കുന്ന ക്രൂ ആണ്. അപ്പോൾ അവർ കാറ്ററിംഗ് ആണോ അത് ഹൗസ് കീപ്പിംഗ് ആണോ എന്നുള്ളത് വണ്ടിക്കകത്ത് കയറിയിട്ട് ഒരു സർവീസ് തുടങ്ങുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും എല്ലാം മലയാളം സംസാരിക്കുന്ന ക്രൂ ആണ്. അതൊരു വലിയ കാര്യം. നമ്മൾ IRCTC കാറ്ററിംഗിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മൊത്തം ഉത്തരേന്ത്യക്കാർ വരും എന്നുള്ളതാണ്. ഉത്തരേന്ത്യക്കാർ വരുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ റേസിസം ഒന്നും ഞാൻ പറയുന്നില്ല. അവർ വരുന്നതിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ജനറലി അവരുടെ ഒരു ക്ലെൻലിനെസ് സ്റ്റാൻഡേർഡ്സ് ആയാലും, അതുപോലെ വന്ദേ ഭാരതിനകത്ത് ക്രൂ പാന് ചവച്ചുണ്ടാക്കുന്നത് അത് ഭയങ്കര ഓക്വേർഡാണ്. അപ്പോൾ ഇതാകുമ്പോൾ അതുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ബോർഡിങ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തില്ല. ഞാൻ ജസ്റ്റ് ഈ ബട്ടൺ നമുക്ക് ഇവിടെ വർക്കാവുമെന്ന്. അതായത് ഓപ്പണായി അത്രയുള്ളൂ. പക്ഷേ ഇതിനകത്തുള്ള വേസ്റ്റ് ഒന്നും മാറ്റിയിട്ടില്ല അവർ ഇതുവരെ. ഇപ്പോൾ ഡോറൊക്കെ ഓപ്പണായി. നമുക്കെന്നാൽ പതുക്കേനകത്ത് കയറാം. ഫസ്റ്റ് ഇതാണ് നമ്മുടെ കോച്ചിൻ്റെ ഇൻറ്റീരിയേഴ്സ്. ഞാൻ 78-ലാണ്, 78ആണോ 76ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ 78-ലാണ്. അപ്പോൾ ഈ വിൻഡോ ആണ് നമ്മുടെ സീറ്റ്. ബാക്ക്വേർഡ്സും ആണ്, ഇപ്പുറത്തെ സൈഡുമാണ്. കഷ്ടമായിപ്പോയി. അപ്പോൾ ഈ സീറ്റിന് ചെറിയ വ്യത്യാസമുണ്ട് കണ്ടിട്ട്. ഞാനിൻ്റെ ഒരു റിവ്യൂ വളരെ പെട്ടെന്ന് ചെയ്യാം. ഇതാണ് എൻ്റെ സീറ്റ് ബാക്ക്. ഇതാണ് ട്രേ ടേബിള്. വലിയ വലിപ്പമൊന്നുമില്ല. ആവറേജ് ക്ലീൻലിനെസ്സുമാണ്. ബാക്കിയൊക്കെ സ്റ്റാൻഡേർഡും. ഇതാണ് നമ്മുടെ. അപ്പോൾ നമ്മുടെ ഡോർസ് ക്ലോസ് ആയി. സമയം 2:30 കൃത്യം. അപ്പോൾ ഇവിടുന്ന് അവർ കണ്ണൂരിൽ നിന്നാണ് നമ്മൾ സ്നാക്സ് ലോഡ് ചെയ്തിരിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് സ്നാക്സ് ലോഡ് ചെയ്ത ഡബ്ബകളാണ് കാണുന്നത്. ഇത് ലഞ്ച് ലോഡ് ചെയ്യുന്ന ഡബ്ബകളാണ്. ഇവിടെ ഇവന്മാർ പൊട്ടം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അങ്ങനെ ഡോറ് ക്ലോസ് ആയി. അപ്പോൾ കൃത്യസമയമായ 2:30 കാസർഗോഡ് നമ്മുടെ യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. അതിന് ഗ്ലാസ് ഭയങ്കര വൃത്തിയുടെ ഡോർ ഗ്ലാസ്. ഒരുപാട് സ്റ്റെയിൻസ് ഉണ്ട്. കൃത്യസമയത്ത് നമ്മൾ പുറപ്പെട്ടു. അപ്പോൾ അതാണ് കാസർഗോഡ് സ്റ്റേഷൻ ബിൽഡിംഗ്. ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് കണ്ണൂരാണ്. എൻ്റെ കോ പാസഞ്ചർ ഒരു ഫീമെയിലാണ്. അതുകൊണ്ട് എത്ര പ്രാവശ്യം എനിക്ക് ഇറങ്ങി വന്ന് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഇറങ്ങി വരും. ഇവിടെ അവരോട് ചോദിച്ചു നോക്കാം അവർക്ക് അകത്തിരിക്കണമെന്നുള്ളത്.
അകത്തിരിക്കുകയാണെങ്കിൽ സൗകര്യമായിരുന്നു ചോദിച്ചോക്കാം അല്ലേ. ഇവിടെ മുതൽ അങ്ങോട്ട് ഇവിടെ മുതൽ പ്ലാറ്റ്ഫോം എക്സ്റ്റെൻഡഡ് ആണ്. എനിക്ക് തോന്നുന്നു ഇവിടെ സ്ലോപ്പ് ഉണ്ടായിരുന്നു തോന്നുന്നു. ആ സ്ലോപ്പ് അവർ അടച്ച് കെട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കാസർഗോഡ് പുറത്ത് ജസ്റ്റ് ചന്ദ്രഗിരി പാലം കിടക്കുന്നു. അപ്പോഴത്തെ ഗ്ലാസ് ഫുൾ ഫോഗ്ഡപ്പാണ്, ഫോഗായിരിക്കുകയാണ്. വാട്ടർ ബോട്ടിൽ വന്നു. 1 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ എന്താ പറയുക, നമ്മുടെ വാട്ടർ ബോട്ടിൽ ഹോൾഡർ എന്ന് പറയുന്ന സീറ്റിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ അടിയിലാണ് വാട്ടർ ഹോൾഡർ ഇരിക്കുന്നത്. വാട്ടർ ഹോൾഡറും അതുപോലെ ചാർജറും എല്ലാം സീറ്റിനടിയിലാണ്. ഒരു വല്ലാത്ത ലൊക്കേഷനാണിത്. ആ വാട്ടർ ബോട്ടിൽ ഹോൾഡറാണ്, അതുകൊണ്ട് എല്ലാവരും ഇതിന് മുഖത്താണ് വാട്ടർ ബോട്ടിൽ വയ്ക്കുന്നത്. ഇത് പെട്ടെന്ന് കയറി പോകുന്നുണ്ട്. ന്യൂസ് പേപ്പർ വരുന്നുണ്ട്. ഹിന്ദു ആണ് വന്നിരിക്കുന്നത്, തിരുവനന്തപുരം ഡിവിഷൻ. നമ്മുടെ ഈ കോച്ച് നിലവിലെ കാലിയാണ്. അപ്പം ഞാൻ ഇവിടെയുള്ള ഒരു സീറ്റിലിരുന്നിട്ട് ഒരു സീറ്റ് റിവ്യൂ ചെയ്ത് കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ സീറ്റിലൊന്ന് ഇരുന്ന് നോക്കാം. അപ്പോൾ ഈ സീറ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ പുഷ് ബാക്കിൻ്റെ ബട്ടൺ എന്ന് പറയുന്നത് ഈ സീറ്റിന് നടുക്ക് ഇവിടെ അടിയിലായിട്ടാണ്. വിൻഡോ സീറ്റിൻ്റെ ഇവിടെ ആയിട്ട് വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ പുഷ് ബാക്ക് ബട്ടൺ. ഞാൻ റിവ്യൂ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ അതേ വണ്ടി കാഞ്ഞങ്ങാട് വഴിയുള്ള റൺ ത്രൂ ആണ്. അതൊന്ന് കാണിച്ചേക്കാം. ഇവിടെ മെയിലിൻ്റെ തിരക്കാണ് കാണുന്നത്. അപ്പോൾ ഫോക്സ് ഈ ഒരു സീറ്റിൻ്റെ റിവ്യൂ ചെയ്യാൻ പറഞ്ഞാൽ വീതി കുറവാണ് സീറ്റിന്. പതിവ് പോലെ വന്ദേ ഭാരത്തിലെ എല്ലാ സീറ്റുകളും പോലെ തന്നെ വീതി കുറവാണ്. പിന്നെ ലോവർ ബാക്കിന് സപ്പോർട്ട് വളരെ കുറവായിട്ട് തോന്നുന്നത്. സംഭവമുണ്ട്, പക്ഷേ നല്ല ഹാർഡാണ്. സപ്പോർട്ട് തീരെ കുറവാണ്. നല്ല പാറപ്പുറത്തിരിക്കുന്ന പോലെയുണ്ട്. കുഷനിങ് ഭയങ്കര മോശമാണ് അതിൻ്റെ. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ വാട്ടർ ബോട്ടിൽ ഹോൾഡറിൻ്റെ സാധാരണ സ്ഥലത്ത് ഇല്ലാത്തതുകൊണ്ട് ആൾക്കാരെല്ലാം ഇതിൻ്റെ സീറ്റ് പൗച്ചിന് മാഗസിൻ പൗച്ചിനകത്ത് കയറ്റി പൗച്ചൊരു വഴിയേ. അതൊരു വലിയ പ്രശ്നമാണ്. നമ്മൾ വരുന്ന വഴിക്ക് ഞാൻ കാണിച്ചായിരുന്നു. കാഞ്ഞങ്ങാടിനടുത്ത് ട്രാക്ക് വർക്ക് നടക്കുന്നതുകൊണ്ട് നല്ല പൊട്ടി പറക്കുന്നുണ്ടോ. നമ്മൾ ഈ സ്ട്രെച്ച് വഴി രാവിലെ വന്ന സമയത്ത് ഫുള്ള് പൊട്ടിയിടിച്ചായിരുന്നു. ആ സ്ട്രെച്ചാണ് നമ്മളിപ്പം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ സീറ്റ് സാധാരണ ഇതിൽ എവിടെയെങ്കിലും ആയിട്ടാണ് ഇതുണ്ടാവാറ്, നമ്മുടെ വാട്ടർ ബോട്ടിൽ ഹോൾഡർ ഉണ്ടാവാറ്. അതില്ലാത്തതുകൊണ്ട് ആൾക്കാരെല്ലാം ഇതിനകത്ത് കയറ്റി ഈ പൗച്ചിൽ വഴിയിരിക്കണം. അപ്പോൾ ഇതെന്ന് പറയാൻ നേരത്തെ കാണിച്ചായിരുന്നു. ഇത് സീറ്റിന് അടിയിലാണ് ഈ സാധനം ഇരിക്കുന്നത്. ഈ കാണുന്ന സാധനമാണ് ഇതിൻ്റെ വാട്ടർ ബോട്ടിൽ ഹോൾഡർ, പ്ലഗിന് തൊട്ടടുത്ത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ബോട്ടിൽ വെക്കേണ്ടത്. പക്ഷേ അത് ആർക്കും അറിയില്ല. അതുകൊണ്ട് അതാരും ഉപയോഗിക്കാണ്ട് എല്ലാവരും ഇതുമേ തന്നെ വെച്ച് ഇത് ചീത്തയായി പോകണം. പിന്നെ ഇതിൻ്റെ ട്രേ ടേബിളിനെ പറ്റി പറയുകയാണെങ്കിൽ ട്രേ ടേബിൾ ചെറുതാണ്. അപ്പോൾ നമ്മുടെ ഡിന്നറൊക്കെ വരുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടായിരിക്കും അത്. കാരണം ഇതിനകത്ത് മൊത്തത്തിൽ ഇരിക്കില്ല. അത് നല്ലോണം ചെറുതാണ് ട്രേ ടേബിൾ. പിന്നെ എന്താ പറയുക, മൊത്തത്തിൽ നമ്മുടെ സാധാരണ മറ്റ് വന്ദേ ഭാരത്തിന് നമ്മുടെ മാംഗ്ലൂർ വന്ദേ ഭാരത്തിന് വെച്ച് നോക്കുമ്പോൾ സീറ്റ് കംഫർട്ട് ഭയങ്കര മോശമാണ്. സീറ്റ് കംഫർട്ട് തീരെ സുഖമില്ല. അതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇതാണ് ഇതിൻ്റെ സീറ്റ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പുഷ് ബാക്ക് ബട്ടൺ ഒരു വല്ലാത്ത ലൊക്കേഷനിലായതും ഒരു പ്രശ്നമാണ്. ഞാൻ കുറേ നേരം തപ്പിയിട്ടായിരുന്നു ഇപ്പോൾ എൻ്റെ സീറ്റിനെ കണ്ടുപിടിച്ചത്. ഞാൻ സീറ്റ് എക്സ്ചേഞ്ച് ചെയ്തു. ഞാനൊരു അയൽ സീറ്റിലേക്ക് മാറി. കാര്യം വിൻഡോ സീറ്റിലിരിക്കുമ്പോൾ അവരെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബുദ്ധിമുട്ടിക്കേണ്ടി വരും. ഞാൻ ഓരോ പ്രാവശ്യം ഡോറിൽ പോകുമ്പോഴും ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കണം. പ്രത്യേകിച്ച് ലെഫ്റ്റ് സൈഡും കൂടി ആയതുകൊണ്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം അവരെ ബുദ്ധിമുട്ടിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു മാറുന്നതിൽ ബുദ്ധിമുട്ടണോ? വരുന്നില്ല, കുഴപ്പമില്ല, ഞാൻ വിൻഡോയിലോട്ടിരുന്നോളാം പറഞ്ഞു. അപ്പോൾ അവർക്കൊരു ബിഗ് താങ്ക് യു. നമ്മളിപ്പോൾ 108 kmph പറന്നു തുടങ്ങി. ഇത്രയും നേരത്തെ ആ പതുക്കുണ്ടായിരുന്ന വലിക്കലൊക്കെ തീർത്തിട്ട് നമ്മൾ സ്പീഡ് പിടിച്ചു. സംഭവം മൊത്തത്തിൽ കളറാണ്. ഈ സീറ്റ് പക്ഷെ അത്ര സുഖമില്ല. എനിക്കൊന്ന് മറ്റേ മാംഗ്ലൂർ വന്ദേ ഭാരതിൻ്റെ സീറ്റാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ. അതിൻ്റെ ഇത് കുറച്ചും കൂടി എന്താ പറയുക, ബാക്ക് സപ്പോർട്ടും മറ്റും കുറച്ചും കൂടി ബെറ്ററാണ് ഇതിനെക്കാട്ടും. ഭയങ്കര ഹാർഡായിട്ട് തോന്നുന്നു എനിക്ക്.
നമ്മൾ ജസ്റ്റ് നീലേശ്വരം വഴി ഓടുന്നു. നീലേശ്വരം റൺ ത്രൂ ആണ് ഇപ്പോൾ. ആ കാണുന്ന ഫുഡ് കോർപ്പറേഷൻ്റെ ഗോഡൗണാണ്. പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ആൾക്കാരൊന്നും കാണാനില്ല. മെയിലിന് ഇൻ്റർവ്യൂവിൽ ഇവിടെയും സ്റ്റോപ്പുണ്ട്. സമയമുള്ളതുകൊണ്ട് ആൾക്കാർ എത്തിയിട്ടുണ്ടാവില്ല. അവിടുത്തെ പഴയ സ്ലീപ്പേഴ്സ് അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ സൈഡിൽ പുതിയ സ്ലീപ്പേഴ്സ് ഉണ്ട്. ഇവിടെ പഴയ സ്ലീപ്പേഴ്സാണ്. ആ കാണുന്ന നാഷണൽ ഹൈവേ ആണ്. നാഷണൽ ഹൈവേ 66. അതായത് മുംബൈ കടത്തുള്ള പൻവേലിൽ നിന്ന് കന്യാകുമാരിയിലോട്ട് വന്ന ഹൈവേ. നമ്മളിപ്പോൾ ഏകദേശം ചെറുവത്തൂർ ആവാറായിട്ടുണ്ട്. ചെറുവത്തൂർ മുമ്പുള്ള തേജസ്വിനി നദിക്ക് കുറുകെയുള്ള പാലമാണിത്. അവിടെ ഹൈവേയിലത്തെ പാലത്തിൻ്റെ വർക്ക് നടക്കുന്നേ ഉള്ളൂ. ചെറുവത്തൂർ സ്റ്റേഷനാണ്. ചാർവാറ്റൂർ. ഇവിടെയും പ്ലാറ്റ്ഫോമിന് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. ഇവിടെയും ഒരു ലോ ഹൈറ്റ് പ്ലാറ്റ്ഫോം ആയിരുന്നു. ഇവിടെ മെയിലുള്ള യാത്രക്കാരുണ്ട്. മെയിൽ LHB ആയിട്ട് വേണം നമുക്ക് ഒരു പ്രാവശ്യം മാംഗ്ലൂർ ടു ചെന്നൈ ട്രിപ്പ് അടിക്കാനായത്. നമ്മളങ്ങനെ കണ്ണൂർ ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ്. കവായി നദിയായിരുന്നു അത്. പയ്യന്നൂർ വഴിയുള്ള റൺ ത്രൂ ആണ്. അവിടെ നിന്നും കുറേ നേരത്തേക്ക് വേറെ വണ്ടിയില്ല കേട്ടോ. അതായത് മറ്റേ ഇത് പോയി കഴിഞ്ഞാൽ മാംഗ്ലൂർ ഇൻ്റർസിറ്റി, കോയമ്പത്തൂർ ഇൻ്റർസിറ്റി പോയി കഴിഞ്ഞാൽ പിന്നെയുള്ള വണ്ടി മാംഗ്ലൂർ മെയിലാണ് ഇവിടെ. അതിനിടയ്ക്ക് വേറെ വണ്ടിയൊന്നുമില്ല. അതിനിടയ്ക്ക് നമ്മളെപ്പോലുള്ള ഒരു വണ്ടി, ഇതുപോലൊരു എവിടെ നിർത്താത്തൊരു വണ്ടി അടിച്ച് പുറത്തേക്ക് പോകുന്നുള്ളൂ ഗ്യാപ്പിൽ. ഇവിടെ എക്സ്ട്രീം റൈറ്റിൽ കാണുന്ന മൂന്നാമത്തെ ട്രാക്ക് എന്ന് പറയുന്നത് ഒരു പഴയ ഡീകമ്മീഷൻ്റെ ട്രാക്കാണ്. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ലൈനാണ്. അതാ പോണേ എറണാട് എക്സ്പ്രസ്. നമ്മൾ ട്രാവൽ ചെയ്യുന്നൊരു പുതിയ പാലമാണ്. അങ്ങനെ റൈറ്റ് സൈഡിൽ പഴയ പാലം ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള പ്രദേശമാണിത്. ഇവിടെ ഫുൾ മറ്റേ ഇതൊക്കെ ആയിട്ട് എന്താ പറയുക, ബാക്ക് വാട്ടേഴ്സും എന്താ പറയുക, നമ്മുടെ കണ്ടൽക്കാടുകളൊക്കെ ആയിട്ട്. ഏഴിമല സ്റ്റേഷൻ ഉണ്ട്. ഒരു 40 രൂപ വരും. ഇത് നമ്മളൊരു ഫാമിലി ആയിട്ടൊക്കെ ട്രാവൽ ചെയ്യണമെങ്കിൽ ബെസ്റ്റ് സീറ്റാട്ടോ. അതായത് നിങ്ങളൊരു 10 പേരുണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പറാണ്. മുഖത്തോട് മുഖം നോക്കിയിരുന്ന സുഖമായിട്ട് യാത്ര. പക്ഷെ അങ്ങനെ പോകുന്ന സമയത്ത് അങ്ങനെ ഈ സീറ്റ് കിട്ടില്ല. അതാണ് അതിലത്തെ ഏറ്റവും വലിയൊരു ഡാർക്ക് പാർട്ടെന്ന് പറയുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ആണെങ്കിൽ ഏറ്റവും ബോറുള്ള സീറ്റ് ഇതാണ്. കാര്യം മര്യാദയ്ക്ക് കാല് വയ്ക്കാൻ പറ്റില്ല. അവിടെ നിന്ന് എൻഡ് പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാര്യം ടേബിൾ എപ്പോഴും തുറന്നിരിക്കുന്നുണ്ട്. ഈ പോകുന്നതാണ് നമ്മുടെ കോയമ്പത്തൂർ മാംഗ്ലൂർ എക്സ്പ്രസ് 16323. നമ്മളിപ്പോൾ ഏകദേശം വളപട്ടണം എത്താറായിരുന്നത്. പാപ്പിനിശ്ശേരി സ്റ്റേഷനായിരുന്നു. കഴിഞ്ഞ ഉടനെയാണ് വളപട്ടണം. അത് കാരണം വളപട്ടണം പുഴ.
നമ്മുടെ കോച്ചിൻ്റെ ബിൽഡേഴ്സ് പേക്കിങ് കാണിച്ചില്ലായിരുന്നു. ഇതാണ് നമ്മുടെ കോച്ചിൻ്റെ ബിൽഡേഴ്സ് പേക്ക്. ICF ചെന്നൈ ജൂൺ 2024 പണിതാണ്. 242615. ഇതൊരു ട്രെയിലർ കോച്ചാണ്, TC ആണ്. നമുക്ക് വളരെ റെയറായിട്ട് TC കിട്ടുന്നത്. വളരെ പ്രൊഫഷണലായിട്ടാണ് CFS ഫുഡൊക്കെ ലോഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പ്രോപ്പർ ബോക്സിൽ വിത്ത് ലേബൽ, സൈഡിൽ അതിനകത്ത് എന്താണുള്ളത്, എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് എഴുതിയിട്ടുണ്ട്, എന്ന് പ്രൊഡ്യൂസ് ചെയ്താണെന്ന് എഴുതിയിട്ടുണ്ട്, കണ്ടൻറ്റ് കിട്ടുന്നത്. വളരെ പ്രൊഫഷണലായിട്ടാണ് ഇവരിത് ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് കണ്ണൂർ സ്റ്റേഷനിലേക്ക് കയറി നമ്മൾ പ്ലാറ്റ്ഫോം 3 തന്നെയാണ് പോകുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ ഈ വന്ദേ ഭാരതിനെ ട്രാവൽ ചെയ്തപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1 കൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര ആർലേക്കർ ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് പുള്ളി കേരള ഗവർണറായിട്ട് ജസ്റ്റ് ചാർജ് എടുത്തിട്ടേ ഉള്ളൂ. അന്ന് പുള്ളി ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ട്. പുള്ളിയെ പിക്ക് ചെയ്യാൻ വേണ്ടി പ്ലാറ്റ്ഫോം നമ്പർ 1 പോയായിരുന്നു ട്രെയിന്. ഇന്നിപ്പോൾ 3 തന്നെ. ഇന്നിപ്പോൾ വലിയ VIPs ആരും പോകുന്നില്ല. നമ്മളൊക്കെ തന്നെ VIP. ജസ്റ്റ് കണ്ണൂർ സ്റ്റേഷനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വണ്ടിക്ക് അത്യാവശ്യം വണ്ടി ലേറ്റാണ്. സമയം ഇപ്പോൾ ഏകദേശം 3:30 കഴിഞ്ഞു. സമയം 3:32. നമ്മൾ അത്യാവശ്യം നല്ലോണം ലേറ്റാണ്. ഇന്ന് 10 മിനിറ്റിനടുത്ത് ലേറ്റാണെന്ന് തോന്നുന്നു. അങ്ങനെ കണ്ണൂരെത്തി. ഞാനിവിടെ ഒന്ന് ഇറങ്ങിയിട്ട് കയറാം കേട്ടോ. കാരണം അത്യാവശ്യം ആൾക്കാർ കയറാനുണ്ട്. നമ്മുടെ ആൾക്കാർക്ക് വണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ധൃതിയും വെപ്രാളമൊക്കെയാണ്. അത് ഈ ആകെ 2 മിനിറ്റ് ഹോൾട്ട് ഉള്ളത് കൊണ്ടാണ്. പക്ഷെ 2 മിനിറ്റ് കൊണ്ട് സുഖമായിട്ട് ഇത്രയും യാത്രക്കാർ കയറുന്നുണ്ട്. ഇറങ്ങിയിട്ട് കയറാവേ. ഇന്ന് അത്യാവശ്യം നല്ലോണം ആൾ കയറാനുണ്ട്. ഒരുപാടൊന്നുമില്ല കേട്ടോ. ഞാൻ വിചാരിച്ച അത്രയും തിരക്കില്ല. എനിക്കൊന്ന് ബാക്കി കോച്ച് കോഴിക്കോട് നിന്നായിരിക്കും കയറുന്നത്. ഇതുകൊണ്ട് വാണിംഗ് വന്നു. ഇപ്പോൾ ഡോറടഞ്ഞു. എനിക്ക് ഇത്രയും നേരം തോന്നുന്ന സീറ്റിലൊക്കെ പോയിരിക്കുകയായിരുന്നു. ഇനി അതൊന്നും നടക്കില്ല. കാരണം വണ്ടി ഇപ്പോൾ ഏറെക്കുറെ ഫുള്ളായിട്ടുണ്ടാവും. അപ്പോൾ സമയം 3:37. നമ്മൾ ഫൈനലി കണ്ണൂരിൽ നിന്ന് എടുത്തു. കണ്ണൂരിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈവനിങ് സ്നാക്ക് ട്രേ വരണം. ഐ എം ആക്ച്വലി വെരി ഹോപ്പ്ഫുൾ. കാര്യം ഇവർ എന്തൊക്കെയാണ് സെർവ് ചെയ്യുന്നത്, ഹോപ്പ്ഫുള്ളി ലോക്കൽ പ്രൊഡക്ട്സ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ നാടൻ മിക്സ്ചറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നു പ്രതീക്ഷിക്കുന്നു. ഹൽദിറാംസ് ഒന്നും വരാണ്ട്. കണ്ണൂരിൽ നമ്മൾ പുറത്തിറങ്ങണം. നമ്മൾ രാവിലെ വന്ന മെമുദോ അങ്ങേ അറ്റത്ത് കിടക്കുന്ന കേട്ടോ. അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അതിന് വൈകുന്നേരം 5 മണിക്കായിട്ടാണ് പോകുള്ളത്. അത് ഫ്രഷ്ലി POH ആണ്. നല്ല പെയിൻറ്റിങ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ണൂരിൽ നിന്ന് പുറത്തിറങ്ങായി. ആ മെമു നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം. മെമുനുണ്ടോ? മെമുൻ്റെ ലാസ്റ്റ് കോച്ച് പുറത്താണ് പ്ലാറ്റ്ഫോമിൽ നിന്ന്. അപ്പോൾ അങ്ങനെ കണ്ണൂർ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് എടക്കോട് സ്റ്റേഷൻ എത്തുന്നു. ഇവിടെ നമ്മുടെ ഭാഗത്ത് മറ്റേ പാസഞ്ചർ കിടക്കുന്നുണ്ടാവണം. യെസ്, കിടക്കുന്നുണ്ട്. ഇത് ഷൊർണൂർ കണ്ണൂർ പാസഞ്ചറാണ്. അതേസമയം അപ്പുറത്ത് കൂടെ നമ്മുടെ താമ്പരം മാംഗ്ലൂർ, ചെന്നൈക്കുമർ മാംഗ്ലൂർ എക്സ്പ്രസ് ഉണ്ട്. നമ്മുടെ ഈവനിങ് സ്നാക്സ് വന്നിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് പാക്ക് ചെയ്താണ് വന്നിരിക്കുന്നത്. IT സ്നാക്സ് CFS എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽസ് സ്കാൻ ചെയ്ത് ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്. സ്കാൻ ചെയ്ത് നോക്കാം. നമ്മുടെ ഹൽദിറാംസും ബിക്കാജിയൊക്കെ പോയി. ചിപ്പോടെ റോസ് കുക്കീസും ചിപ്പോടെ കേരള മിക്സ്ചറും സൊസൈറ്റിയുടെ ചായയാണ് വന്നിരിക്കുന്നത്. ചൂടുവെള്ളം വരുന്നുണ്ട്. സ്കാനിൻ്റെ ബാർക്കോഡൊന്നും സ്കാൻ ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. സ്കാൻ ആവുന്നില്ല. ഇതിനകത്തുണ്ടായിരുന്നത് ഒരു പരിപ്പോടെയാണ്. പരിപ്പോടെ എങ്ങനെ നമുക്കൊന്ന് കഴിച്ച് നോക്കാം. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ.
തണുത്ത് പോയിട്ടുണ്ട്, റബ്ബറായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വെസ്റ്റ് ഹില്ലെത്തുന്നു. വെസ്റ്റ് ഹില്ലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കേരള സമ്പർക്രാന്തി ഇപ്പോൾ ജസ്റ്റ് കോഴിക്കോട് എത്തുന്നുണ്ടാവും. അപ്പോൾ അതിനെ ഒരു പ്ലാറ്റ്ഫോം 1 വിടാനാണ് സാധ്യത. കാരണം നമ്മുടെ പ്ലാറ്റ്ഫോം 3 എടുക്കുള്ളൂ. പരശുരാം 4 കിടക്കുന്നുണ്ടാവും. ഇതാണ് വെസ്റ്റ് ഹില്ല്. ഇവിടെ പ്ലാറ്റ്ഫോം ഇമ്പ്രൂവ്മെൻറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് കോഴിക്കോട് സ്റ്റേഷനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. ഇനി എത്തതായിട്ട് പരശുറാം കിടക്കണ്ടാവണം. അവിടെ പരശുറാം കിടക്കുന്ന കാണാം. പരശുറാം 22807 കോണത്തിന്. ഇവിടുന്ന് 5 മണിക്കാണ് പോകും. 5 മണി വരെ പാവട കിടക്കണം. നമ്മൾ ഇപ്പുറത്തെ സൈഡിലാണ് നമ്മൾ പ്ലാറ്റ്ഫോം വരുന്നത്. പതിവ് പോലെ ഇഷ്ടംപോലെ ആളുകൾ കണ്ടു. ഒരുപാട് ആളുകളുണ്ട്. ഫുഡ് ലോഡ് ചെയ്യുന്നുണ്ട്. CFS കോഴിക്കോട് ഒത്തിരി പേര് കയറാറുണ്ട്. ആൾക്കാരിന് കയറി തീരണം ഇവിടുന്ന്. എല്ലാ ഡോറുവേഴ്സിൻ്റെ ആളുകളുണ്ട്. സമയം 4:37. ഉച്ചക്കത്തെ ലഞ്ച് കൊണ്ടുവരുന്ന ബോക്സുകളാണ് അവർ അൺലോഡ് ചെയ്യുന്നത്. ഈ ട്രെയിനിൽ ഒരിക്കൽ ഉറപ്പായിട്ടും ട്രാവൽ ചെയ്യണം. ഉച്ചയ്ക്ക് ലഞ്ച് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇന്നത്തെ ഡിന്നർ ഓഫ് കോഴ്സ് ഒക്കെ ടെസ്റ്റ് ചെയ്യാം. എന്നാലും ഇവിടെ വന്ദേ ഭാരത്തുള്ള സ്ഥിതിക്ക് എന്തായാലും അവർ മറ്റേ സമ്പർക്കാന്തി കയറാൻ സമ്മതിക്കുന്നു തോന്നില്ല. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ ഡോർ അടയുന്നതിന് ഇത് വന്നു കഴിഞ്ഞു. 50 കന്യാകുമാരി മംഗളൂരു പരശുറാം എക്സ്പ്രസ് 4ാമത്തെ പ്ലാറ്റ്ഫോം. അപ്പോൾ ഡോർ അടഞ്ഞു. അപ്പുറത്തെ ഡോർ അവർ റീഓപ്പൺ ചെയ്ത് അവർ സാധനങ്ങളൊക്കെ അൺലോഡ് ചെയ്ത് വെക്കണമല്ലോ. ഈ വണ്ടിക്ക് ശരിക്കും തൃശ്ശൂർ 3 മിനിറ്റ് ഹോൾട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 മിനിറ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഹോൾട്ട് മൊത്തത്തിലൊന്ന് റീഅറേഞ്ച് ചെയ്യേണ്ടി വരും. കാര്യം ഇവർക്ക് ഫുഡ് ലോഡാവുന്ന ഇവിടെ നിന്നാണ്. അപ്പോൾ നമ്മുടെ ഡിന്നർ ഇവിടെ നിന്ന് കാലിക്കറ്റ് തന്നെ ലോഡായിട്ടുണ്ട്. പാക്കിങ് ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. വളരെ പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മളങ്ങനെ പുറപ്പെടുകയായി. പാവം നമ്മുടെ സമ്പർക്കക്രാന്തി കല്ലായിൽ പെട്ടിടക്കുകയാണ്. കാര്യം വന്ദേ ഭാരത് വന്നു പോകുന്നതുകൊണ്ട് സമ്പർക്രാന്തി അവർ കല്ലായി നനങ്ങാൻ സമ്മതിച്ചില്ല. കാര്യം അവൻ കയറി വന്ന് ഒന്നിലേക്ക് കയറണമല്ലോ. അപ്പോൾ അവനെ അവിടെ തന്നെ കല്ലായി തന്നെ പിടിച്ചിരിക്കുകയാണ് പാവം വണ്ടി. ഇപ്പോൾ സമ്പർക്രാന്തി നമ്മൾ ക്രോസ് ചെയ്യും. അതിൻ്റെ പുറകെ തന്നെ മംഗളം ഉണ്ടാവും. മോസ്റ്റ്ലി മംഗള താനൂരെത്തി. കണ്ണൂർ പാലക്കാട് കണ്ണൂർ പാസഞ്ചർ അത് വള്ളിക്കുന്നായിട്ടേ ഉള്ളൂ. അത് വള്ളിക്കുന്നായി. അപ്പോൾ നമ്മൾ കോഴിക്കോട് നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവിടെ ഇപ്പോൾ ഇൻ്റർസിറ്റി വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ സമ്പർക്രാന്തി വരാനുള്ള തിരക്കാണ് കാണുന്നത്. അപ്പം നമ്മളങ്ങനെ കല്ലായി
പാലം കിടക്കുന്നു. അതായിരുന്നു കല്ലായി പാലം. നമ്മൾ ഈ ബ്ലോക്ക് ക്ലിയർ ചെയ്താലേ സമ്പർക്രാന്തി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് ഒരുപാട് തേപ്പായിപ്പോയി. തുക്ലക്കാബാദിന് ലോക്കമായിരുന്നു. ഇതാ കിടക്കുന്ന സമ്പർക്രാന്തി എക്സ്പ്രസ്. ഇത് കുറേ നേരം ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. ആക്ച്വലി ഞാൻ വന്ന സമയത്ത് ഇൻ്റർസിറ്റി പ്ലാറ്റ്ഫോം 1-ലുണ്ടായിരുന്നു. ഇൻ്റർസിറ്റി പ്ലാറ്റ്ഫോം 1-ൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ എത്താറായിരുന്നു. പിന്നെ നമ്മൾ കിടക്കാണ്ട് ഇവനെ കയറാൻ പറ്റില്ല. അങ്ങനെ അവനവിടെ കിടന്ന് കുറേ നേരമായിട്ട് കിടക്കുന്നു ഇവിടെ. നെക്സ്റ്റ് സ്റ്റേഷൻ ഇസ് ഷൊർണൂർ. പൊളിച്ചു തുടങ്ങി. ഈ പറക്കൽ നമുക്ക് ഷൊർണൂർ വരെ പറക്കാൻ പറ്റും. ഷൊർണൂർ വരെ പറന്ന് മാക്സിമം ടൈം മേക്കപ്പ് ചെയ്യണം. ഇപ്പോൾ തന്നെ പണി 4:44. നമുക്ക് 5:30 നമ്മൾ ഷൊർണൂർ അറൈവൽ ടൈം. അത് മേക്കപ്പ് ചെയ്തില്ലാന്ന് പിന്നെ അറിയാമല്ലോ. പിന്നെ അങ്ങോട്ട് വൈകലായിരിക്കും. അങ്ങനെ നമ്മൾ ഫറൂഖ് പാലം കടന്നു. ഫറൂഖ് സ്റ്റേഷൻ എത്തുന്നു. മിക്കവാറും പാലക്കാട് കണ്ണൂർ സ്പെഷ്യൽ ഇവിടെ ഉണ്ടാവണം. പാലക്കാട് കണ്ണൂർ സ്പെഷ്യൽ ഇവിടെ എത്തേണ്ട സമയമായല്ലോ. അത് കടലുണ്ടി എത്തിയായിരുന്നു കുറച്ച് നേരത്തെ. സ്റ്റേഷനിലോട്ട് കയറുന്നുണ്ടത്. പാലക്കാട് കണ്ണൂർ സ്പെഷ്യൽ. അപ്പോൾ നമ്മളങ്ങനെ കടലുണ്ടി എത്തിയിരിക്കുകയാണ്. അധികം താമസിയാതെ നമ്മൾ മംഗളെ ക്രോസ് ചെയ്യണം. ഇവിടെ ഇങ്ങനെ ടൂറിസം ഒക്കെ ഉണ്ടല്ലേ. ഞാനത് ഈ സംഭവം ഇതുവരെ കണ്ടിട്ടില്ല. അതാ പോകുന്നു മംഗള. എറണാകുളം ഹസരത്ത് നിസാമുദ്ദീൻ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്. പരപ്പനങ്ങാടി സ്റ്റേഷൻ എത്തുന്നു. ഇവിടെ വെച്ച് നമ്മൾ കണ്ണൂർ എറണാകുളം ഇൻ്റർസിറ്റി ഓവർടേക്ക് ചെയ്യും. പൊള്ളി ഓവർടേക്ക് അല്ലേ ഇത്? ഏതാണോ ലോക്കോ? ട്രൈ കളറിലുള്ള വാപ്പ് 4 ആയിരുന്നു. 107 km/h പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇരുപത് വഴി അടിച്ച് പറത്തിനാണ് നമ്മൾ പോകുന്നത്. ഇതൊക്കെ താഴെ നിന്ന് കാണാൻ നല്ല രസമായിരിക്കും അല്ലേ? ഇത് സത്യം പറഞ്ഞാൽ കാസർഗോഡ് നിന്ന് ഒരു 10 മിനിറ്റ് നേരത്തെ എടുക്കാമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ ഒരു ഹോൾട്ട് കൊടുക്കാവുന്നതാണ്. കാര്യം കാസർഗോഡ് വേണമെങ്കിൽ 1 മണിക്കൂർ 10 മിനിറ്റ് ഹോൾട്ട് ഉണ്ട്. അത് കുറച്ച് അവർക്ക് ഇവിടെ ഒരു ഹോൾട്ട് കൊടുക്കാവുന്നതാണ്. കുഴപ്പമൊന്നുമില്ല, മാനേജബിളാണ്. കുറ്റിപ്പുറം വളവിന് സ്പീഡ് റെസ്ട്രിക്ഷൻ തോന്നുന്നു. കുറ്റിപ്പുറം വളവിൻ്റെ ആണോ അവിടെ പാലം പണിയെടുക്കുന്നുണ്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. 82 km/h നമ്മളൊന്ന് താന്നിട്ടുണ്ട്. കുറ്റിപ്പുറം കിടക്കുന്നു നമ്മുടെ നേത്രാവതി എക്സ്പ്രസ്. റോയപ്പുറത്തിൻ്റെ ലോക്കമായിരുന്നു. സ്റ്റേഷനിൽ കൂടെ സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. നമ്മൾ 81 പോകുന്ന. ഇതൊരു വല്ലാത്ത വളവാണ്. അതുകൊണ്ട് സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
പറക്കലാണ്. നമ്മൾ മാക്സിമം ടൈം മേക്കപ്പ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ വലുതായിട്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല കണ്ടിട്ട്. കാരണം കോയമ്പത്തൂർ ഹിസാർ AC സൂപ്പർഫാസ്റ്റ്. നമ്മളിതിനൊരു പ്രാവശ്യം ഷൊർണൂരിൽ നിന്ന് ജോധ്പൂർക്ക് പോയിട്ടുണ്ട്. ഭാരതപ്പുറമാണ്. അപ്പം നമ്മളങ്ങനെ ഷൊർണൂരിലേക്ക് എത്തണം. ഡിന്നറൊക്കെ ഹോട്ട്പോട്ടിലോട്ട് എടുത്ത് വയ്ക്കാൻ അറിയാം. ഹോട്ട് കേസിലോട്ട് സർവീസ് മൊത്തം അടിപൊളിയാട്ടോ. അതേപോലെ 4-ലേക്കാണെന്ന് തോന്നുന്നു വന്നിട്ട്. ഒരു ഈവനിങ് 4-5 മാറി മാറി എടുക്കാറുണ്ട്. 4-ലേക്ക് തന്നെ. അവിടെ പ്ലാറ്റ്ഫോം നമ്പർ 6 നമ്മുടെ വൈകുന്നേരം 6 മണിയുടെ ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ കിടക്കുന്നുണ്ട്. ഇവിടെ ഇറങ്ങി വേണേൽ അതിനേറെ വീട്ടിൽ പോകാം. നല്ല ക്ഷീണമുണ്ട് കാര്യം. ഞാൻ രാത്രി ആകെ 3.5 മണിക്കൂറാണ് ഉറങ്ങിയത്. അപ്പോൾ നമ്മളങ്ങനെ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നല്ലോണം ഫ്രണ്ടിലോട്ട് കയറി. സമയം 5:39. ഇവിടെ ഞാൻ ഇറങ്ങിയിട്ട് കയറാം. അപ്പോൾ നമ്മളങ്ങനെ ഷൊർണൂർ എത്തിയിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം ഷൊർണൂർ. ഇവിടുന്ന് വേണമെങ്കിൽ ഇറങ്ങി എനിക്ക് വീട്ടിൽ പോകാം. പക്ഷെ വീട്ടിൽ പോകുന്നില്ല. നമ്മൾ ഇന്ന് തിരുവനന്തപുരത്ത് പോയിട്ട് നാളെ വീട്ടിൽ പോകുന്നത്. നമ്മുടെ സ്റ്റാർട്ടർ ഓൾറെഡി മഞ്ഞയാണ്. നമുക്കിവിടെ ക്രൂ ചേഞ്ച് ഉള്ളതാണ്. അവിടെ എന്തെങ്കിലും ലൈറ്റ് കത്തി. നമ്മളങ്ങനെ ഷൊർണൂർ നിന്ന് പുറപ്പെടാൻ റെഡി. 5:44 ഫൈനലി എടുത്തു. ഡോർ അടഞ്ഞിട്ട് തന്നെ 2 മിനിറ്റ് പിന്നെ വെയിറ്റ് ചെയ്തില്ല. എന്തുവായിരുന്നു പ്രശ്നം എന്നറിയില്ല. ഷൊർണൂർ ജംഗ്ഷനിൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങായി. നമ്മുടെ നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ ഇപ്പോൾ എത്തി എന്നൊരു അനൗൺസ്മെൻറ്റ് കിട്ടും. അത് ഏതൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ടുണ്ട്. നമ്മളങ്ങനെ ഷൊർണൂരിൽ നിന്ന് പുറത്തിറങ്ങാണ്. ഇനി 80 km/h ടെറിട്ടറിയിലാണ് വൈകുന്നേരം ഒരു 7:30 വരെ. അപ്പം അങ്ങനെ നമ്മൾ ഭാരതപ്പുഴയിലേക്ക് കടന്നു. ഭാരതപ്പുഴ കടക്കുകയാണ്.
നല്ല രസമായിരിക്കും അല്ലേ താഴെ നിന്ന് വന്ദേ ഭാരത് പോകുന്നതാണ്. തോണിയിൽ ടൂറിസ്റ്റുകളെ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതും തുടങ്ങിയിട്ടുണ്ടല്ലോ അവിടെ. എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടാണ് ഇരിക്കുന്നത്. തൃശ്ശൂർ എത്തുന്നതിന് 3 ക്രോസിംഗ് ഉണ്ട്. തീരെ വയ്യ, ഞാൻ മിക്കവാറും ക്രോസിംഗ് എടുക്കാൻ നിൽക്കില്ല. ഉറക്കം നിന്നിട്ട് മേലെ വേദനിക്കുന്നു. ഇന്ന് രാത്രി വലിയ ഉറക്കം കിട്ടില്ല. കാര്യം ഇന്നിപ്പോൾ നമ്മൾ എത്തുമ്പോൾ തന്നെ 10:30. നാളെ രാവിലെ ഞാൻ വെളുപ്പിന് തിരിച്ചും പുറപ്പെടും. നമ്മൾ വടക്കാഞ്ചേരി എത്താറായും തോന്നുന്നു കണ്ടിട്ട്, സ്ഥലം കണ്ടിട്ട്. അതിന് കഴിഞ്ഞോ എനിക്കറിയാമോ, ഞാൻ അകത്തിരിക്കുകയായിരുന്നു. അങ്ങനെ കുറേ നേരം നിന്ന് ഭയങ്കര ടയേർഡായി. അതെ, വടക്കാഞ്ചേരി തന്നെ. നമ്മുടെ തൃശ്ശൂർ ഷൊർണൂർ പാസഞ്ചർ അടക്കുന്നുണ്ട് ഇവിടെ. വെസ്റ്റ് തൃശ്ശൂർ സ്റ്റേഷനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. 6:21 സമയം. കുറച്ച് ആൾ കയറാണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഇറങ്ങിക്കയറാം. സമയം ഇപ്പോൾ 6:22. സ്റ്റാർട്ടർ സിഗ്നലായിട്ടുണ്ട്. ഈ ആൾക്കാരെ അവനവൻ്റെ കോച്ചിലൂടെ മാത്രമേ കയറുമെന്നാണ് വാശി പിടിച്ച് നമ്മുടെ ഓടുന്നുണ്ട്. അങ്ങനെ ചെയ്യരുത്. വന്ദേ ഭാരത് വന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന കോച്ചിലോട്ടും കയറുക. കാര്യം ഇപ്പോൾ സ്ഥലം തെറ്റി നിൽക്കുന്നത്. ഇപ്പോൾ 21st കോച്ച് നിർത്തിയിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഫുൾ ഡിസ്റ്റൻസ് ഓടാണ്ടാവും നിർത്തി. ഡോർ അടയാറായി. വാതിലടയാനുള്ള ലൈറ്റ് കത്തി. കിച്ചൺ തലശ്ശേരി. ഇവിടെ നിന്നായിരുന്നു നേരത്തെ ഫുഡ് ലോഡ് ചെയ്ത് കൊണ്ടുവന്നത്. ഇടയ്ക്ക് കുറച്ച് കാലം ഇവിടെ നിന്നായിരുന്നു ഫുഡ്. ഇപ്പോൾ ഫുഡ് കോഴിക്കോട്. നമ്മൾ വളരെ പെട്ടെന്ന് പുറപ്പെട്ടു. ഇനിയിപ്പോൾ എറണാകുളം നോർത്തിലാണ് അടുത്ത സ്റ്റോപ്പ്. അതായത് എറണാകുളം ടൗൺ സ്റ്റേഷനിൽ. മെയിൻലാൻഡ് ഡിപ്പാർച്ചറാണ്. നല്ല സ്പീഡ് പിടിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ തൃശ്ശൂർ കഴിഞ്ഞു. ആലുവ സ്റ്റേഷൻ വരെയുള്ള റൺ ത്രൂ ആണ്. ഇവിടെ മറ്റേ നമ്മുടെ നിലമ്പൂർ കോട്ടയം കിടക്കുന്നുണ്ടെങ്കിൽ കണ്ടർ കൊണ്ട് അതൊന്ന് ചെക്ക് ചെയ്യാൻ ഈ സൈഡിൽ നിന്നാണ്. പ്ലാറ്റ്ഫോം അപ്പുറത്തെ സൈഡിലാണ്. നിലമ്പൂർ കോട്ടയം ഇവിടെ കിടക്കുന്നുണ്ടെന്നാണ് നേരസ്റ്റ് ട്രെയിൻ പറയുന്നത്. പതിവ് പോലെ പറ്റിച്ചാണ്. ഉണ്ടുണ്ട് അവിടെ. നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് നമ്മൾ ഇവിടെ വെച്ച് ഓട്ടേക്ക് ചെയ്യണം.
അപ്പോൾ നമ്മളങ്ങനെ എറണാകുളം ടൗൺ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. നമ്മളങ്ങനെ എറണാകുളം ടൗൺ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ സ്റ്റാർട്ടർ ആയോ എന്നറിയില്ല, കാര്യം വളവിലാണ് സിഗ്നൽ. പിന്നെ ഇവിടെ നിന്ന് ആകെ 4 പേര് ഈ കോച്ചിലൂടെ കയറുന്നേ കണ്ടിട്ട്. അങ്ങനെ സംഭവിക്കാറുള്ള സാധനം. നാളെ സൺഡേ ആയതുകൊണ്ടോന്നൊന്നും അറിയില്ല. നമ്മൾ ഡിന്നർ ഓൾറെഡി കൊണ്ടം തന്നു കഴിഞ്ഞു. നമുക്ക് ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഡിന്നർ കഴിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീട് കഴിഞ്ഞ് തോന്നുന്നു. ബാക്കിൽ നിന്ന് ഹോൺ അടിച്ചു. PMR ഹോൺ ഇല്ല, ലൈറ്റിൻ തട്ടി. വീട് കഴിഞ്ഞു. അതേ ഡോറടെ സമയം ഇപ്പോൾ 7:32. കുറച്ച് ലേറ്റ് ആണെന്ന് വണ്ടി. എന്തെങ്കിലും ആവട്ടെ. ഞാൻ അടുത്ത സ്റ്റോപ്പ് കോട്ടയത്താണ്. അപ്പോൾ ഞാൻ എറണാകുളം ടൗൺ സ്റ്റേഷനിൽ വണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ക്ലിയർ ചെയ്തിട്ട് ഞാൻ ഡിന്നർ കഴിക്കാൻ പോകാം. ഡിന്നർ കഴിച്ചിട്ട് ഡിന്നർ നമ്മൾ തീർക്കുമ്പോഴേക്കും വണ്ടി ഏകദേശം കോട്ടയത്തും. ഇവിടെ വന്ദേ ഭാരതിൻ്റെ പെർമനൻറ്റ് ബോർഡ്സ് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴും അത് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ റീഡെവലപ്മെൻറ്റ് വർക്ക് നടക്കുന്ന പ്ലാറ്റ്ഫോമിൽ നല്ല തിരക്കാണ്. സ്ഥലം കുറവാണ് പ്ലാറ്റ്ഫോമിൽ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ നിന്ന് ആവശ്യത്തിന് സ്ഥലമില്ല. അപ്പം നമ്മളങ്ങനെ എറണാകുളം ടൗണിൽ നിന്ന് പുറത്തിറങ്ങായി. എന്നാൽ പിന്നെ ഞാൻ പതുക്കെ പോയിട്ട് എൻ്റെ ഡിന്നർ കഴിക്കട്ടെ. അത്താഴം കഴിച്ചിട്ടിരിക്കാം. അത്താഴം നമ്മൾ കഴിച്ച് തീർക്കുമ്പോൾ വേണ്ടി കോട്ടയത്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിന്നർ. ഡിന്നറിനത് എന്തൊക്കെയാണെന്ന് ഞാൻ തുറന്നു കാണിച്ചിരുന്നത്. കുട്ടികളുടെ പാക്കിംഗ് ആണ് എന്തായാലും. പ്രോപ്പർലി പ്ലീസ് ഡോണ്ട് കൺസ്യൂം വിത്ത് സീരിയസ് ടാമ്പേർഡ് എന്നൊക്കെ പറഞ്ഞ കണ്ടെയ്നറാണ്. ഇതാണ് കണ്ടെയ്നറിനകത്തുള്ളത്. ഗീ റൈസും ഒരു സോയ ഇതും, പിന്നെ ഇപ്പുറത്ത് ഒരു വീറ്റ് പൊറോട്ട ഉണ്ട്, പായസം, തൈര്, വൈപ്സ്, ഫ്രഷറും. ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. ഈ പൊറോട്ടയ്ക്ക് ഒരാൾക്കൂടി ഒരു ഡ്രൈ ആയിട്ടുള്ള സോയ മസാല മാത്രമാണ് കഴിയുന്നത്. സംഭവം കുഴപ്പമില്ല. റൈസും കുഴപ്പമില്ല, പക്ഷേ ഒരു ദാളും അങ്ങനെ എന്തെങ്കിലും വേണം. അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഡ്രൈ ചെയ്ത് കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. തൈരുണ്ട്, എന്നാലും ഫുഡിൻ്റെ ക്വാളിറ്റി കൊള്ളാം, പക്ഷേ സംഭവം ഇത് പോരാ. ആക്ച്വലി സംഭവം ഇതാണ്. കടലക്കറി ഉണ്ടായിരുന്നു, അതവരെ വിളമ്പാൻ മറന്നു. ചോദിച്ചപ്പോൾ പെട്ടെന്ന് കൊണ്ടുവന്നു തന്നു കേട്ടോ. ഇപ്പോൾ കണക്ക് റെഡിയായി. സംഭവം പൊളിയായിട്ട് നന്നായിട്ട്. ഇതൊരു ഗീ റൈസ് അല്ലായിരുന്നു ഫോക്സ്, ഇതൊരു ബിരിയാണി ആയിരുന്നു. അടിയിലോട്ടുണ്ട് സാധനം, അടിയിലോട്ട് മസാല ഉണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഫുഡ് നല്ല സൂപ്പറാണ്. അങ്ങനെ കോട്ടയം സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സമയം 8:28. 8:27 8:28. അങ്ങ് അടുത്തത് കിടക്കുന്നത് നാളത്തെ കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ്സാണ്. സ്റ്റാർട്ടറൊന്നും കാണാൻ വയ്യ, അതുകൊണ്ട് നമുക്ക് ഡിപ്പാർച്ചർ ആയോ ഇല്ല എന്നൊന്നും പറയാൻ ഒരു വഴിയില്ല. സമയം ഇപ്പോൾ 8:29. 15 ഡിപ്പാർച്ചർ ചെയ്യുമായിരിക്കും. ഇപ്പോൾ ഫോണടിച്ചു, ഡോറ് ക്ലോസ് ആവും. ഇവിടെ ഉണ്ട് കാരണം പെർമനൻറ്റ് ഇതുണ്ട്, കോച്ച് പൊസിഷൻ ഇൻഡിക്കേറ്റർ C7 എഴുതിയിട്ടുണ്ട്. ഡോർ അടഞ്ഞു.
ഈ ഫുഡിനെ പറ്റിയും പറഞ്ഞില്ലല്ലോ. ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു, നല്ല ബിരിയാണി ആയിരുന്നു. നമ്മൾ സാധാരണ റെയിൽവേ ഫുഡ് വല്ല ഒട്ടും ഓയിലില്ല, ഗ്രീസി അല്ലായിരുന്നു. നല്ല ഭക്ഷണമായിരുന്നു. മൊത്തത്തിൽ ഞാനിവരുടെ സർവീസിനൊരു 9/10 കൊടുക്കും. തിരുവല്ല സ്റ്റേഷൻ വഴിയുള്ള റൺ ത്രൂ ആണ്. നാളെ മോളുടെ ഒരു പഠിത്തം ഉണ്ടാവും. ചെങ്ങന്നൂർ സ്റ്റേഷനിലെത്തി. ആ കിടക്കുന്നത് വഞ്ചിനാട് എക്സ്പ്രസ് ആണ്. വഞ്ചിനാട് എക്സ്പ്രസ് ഇപ്പോൾ ജസ്റ്റ് ചെങ്ങന്നൂർ എത്തി. നമ്മളും ചെങ്ങന്നൂർ എത്തി. ശബരിമലക്കാലമാണ്, അതുകൊണ്ട് പ്ലാറ്റ്ഫോമൊക്കെ ഫുള്ളാണ്. അപ്പുറത്തെ സൈഡിൽ നിന്ന് അപ്പുറത്തെ കുറച്ച് അത്യാവശ്യം ആൾക്കാർ ഇറങ്ങാനുണ്ടായിരുന്നു. ഇവിടെ ഒരു AC വെയിറ്റിംഗ് റൂമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ റെയിൽവേ പോലീസിൻ്റെ ഒരു എയ്റ്റ് പോസ്റ്റ് ഉണ്ട്. സമയം ഇപ്പോൾ 8:58. നിറച്ച ഇവന്മാരാണ്. പുറപ്പെടുക. നമ്മൾ ഡോർ അടൈൻമെൻറ്റ് ചെയ്ത് വന്നു. ഡോർ അടയുകയും ചെയ്തു. ചെങ്ങന്നൂരിൽ നിന്ന് പുറപ്പെടും. ഇനി നമുക്കൊരു സ്റ്റോപ്പും കൂടെ ഉള്ളൂ, കൊല്ലം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരുവനന്തപുരത്തേക്ക് വരും. കണ്ടിട്ട് സമയത്ത് എല്ലാം തോന്നുന്നില്ല നമുക്ക്. നമ്മളിപ്പോൾ ഒരു 12 മിനിറ്റ് ലേറ്റാണ്. 12 അല്ല, 11 മിനിറ്റ് ഉണ്ടാവുള്ളൂ. 11 മിനിറ്റ് ലേറ്റാണ്. മേക്കപ്പ് ചെയ്യാൻ പറ്റും, പറ്റാഴികളില്ല. പ്ലാറ്റ്ഫോം 3 വഴി റൺ ത്രൂ. ഏതോ ഒരു ട്രെയിനാണ്, ഏതാണെന്നറിയില്ല. ഏകദേശം ഈ ഒരു സ്പീഡൊക്കെ തന്നെ കേട്ടോ. കുറേ നേരമായിട്ട് വലിയ സ്പീഡൊന്നും പിടിക്കുന്നൊന്നുമില്ല. പിന്നെ ഇപ്പോൾ വേനൊരു 100-ലേക്ക് പോകുമായിരിക്കും തോന്നുന്നു. സ്പീഡ് റെസ്ട്രിക്ഷൻ എന്ന് തോന്നുന്നു ഇവിടെ. യാത്ര ചെയ്തതിന് നന്ദി. ഇപ്പം നമ്മളങ്ങനെ കൊല്ലത്തെത്തിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ കൊല്ലത്തെത്തിയിരിക്കുകയാണ്. നമ്മുടെ സ്റ്റാർട്ടർ ഓൾറെഡി ആയിക്കഴിഞ്ഞു. സമയം ഇപ്പോൾ 9:48. നമ്മൾ അത്യാവശ്യം ലേറ്റാണ്.
പക്ഷെ ഓടിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. തിരുവനന്തപുരത്തേക്ക് ഓടി എത്തിക്കാൻ പറ്റും തോന്നുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ഫൈനലി ഡോർ അടയായി. കാണാൻ കേട്ടോ മെമ്മോ ഷെഡ്. അങ്ങനെ ഡോർ അടഞ്ഞു. കാണുന്ന വെള്ളമൊന്നും മഴയല്ല കേട്ടോ, ഇതൊക്കെ മറ്റേ AC കണ്ടൻസേറ്റ് വാട്ടറാണ്. അപ്പോൾ അങ്ങനെ കൊല്ലത്തും നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെയും നമ്മൾ നേരെ നമ്മുടെ ഡെസ്റ്റിനേഷനായ തിരുവനന്തപുരം സെൻട്രലിൽ നടത്തുന്ന 10:40 തിരുവനന്തപുരം ടൈം. ഓടിയെത്താൻ പറ്റും. ഇവിടെ മൊത്തം പണി നടക്കുന്നതുകൊണ്ടേ ഇരുട്ടാണ്. അപ്പോൾ അങ്ങനെ കൊല്ലം കഴിഞ്ഞു. ഇനി നമുക്ക് തിരുവനന്തപുരത്ത് എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പം നമ്മളങ്ങനെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുകയാണ്. വണ്ടി അങ്ങനെ തമ്പാനൂരേക്ക് എത്തിയിരിക്കുകയാണ്. സമയം കൃത്യം 10:40. അപ്പോൾ കഴിഞ്ഞ 8 മണിക്കൂർ നമ്മളിവിടം വരെ എത്തിച്ച നമ്മുടെ ട്രെയിനിനോടും നമ്മുടെ സീറ്റിനോടൊക്കെ വിട പറഞ്ഞുകൊണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സമയം 10:41. 10:40 ട്രെയിൻ കൃത്യം സ്റ്റേഷനിലേക്ക് എത്തിയായിരുന്നു. അപ്പോൾ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള 20633 വന്ദേ ഭാരത് എക്സ്പ്രസ് അതിൻ്റെ യാത്ര അവസാനിപ്പിച്ച് തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. നമ്മൾ വീണ്ടും ഒരു എൻഡ് ടു എൻഡ് വന്ദേ ഭാരത് റൈഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് രാത്രി ഇവിടെ ഡോർമെറ്ററി തന്നെ തങ്ങിയിട്ട് നാളെ രാവിലെ മറ്റൊരു യാത്ര പോവുകയാണ്. അതെന്ത് ഏതാണെന്നൊക്കെയുള്ള നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ടുണ്ടെന്നിരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റ്സ്, സജഷൻസ്, ഫീഡ്ബാക്ക് ഒക്കെ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് നമ്മുടെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ UPI ID താഴെ കമൻറ്റ് സെക്ഷനിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ബാക്കി എന്തെങ്കിലുമൊക്കെ വിശേഷം ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയും പുതിയൊരു കാഴ്ചകളും പുതിയ വിശേഷങ്ങളും എല്ലാമായിട്ട് വീണ്ടും കാണാം. This is Binay Shankar signing off from Platform 7. See you again in the next video. Until then, bye-bye.